Hey guys, this is Manu. പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്, എന്നാലും ഇന്നൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് കുട്ടിക്കാനം വഴി വാഗമണ്ണിലേക്കാണ്. നമ്മളിപ്പം അടൂർ കഴിഞ്ഞ് പത്തനംതിട്ട ആവാറായി കേട്ടോ. പത്തനംതിട്ട വൺ വേടൊക്കെ അവിടെ ആയി. ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞാണ് ഈ ട്രിപ്പിന് ഇറങ്ങിയത്. കാരണം നല്ല രീതിയിൽ തന്നെ ചൂടുണ്ടായിരുന്നു. സോ വാഗമണ്ണും എന്താണെന്ന് അവസ്ഥയെന്ന് എനിക്കറിയില്ല. എന്തായാലും കസിൻ ബ്രദർ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു, അങ്ങനെ ഇറങ്ങിയതാണ്. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന എൻ്റെ കസിൻ ബ്രദറാണ്, ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പുള്ളിയുടെ വൈഫാണ്, ബാക്ക് സൈഡിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. എന്തായാലും അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം കണ്ടില്ല, ആ പ്രകൃതിയൊക്കെ മാറി തുടങ്ങി വെളിയിലത്തെ. ഇപ്പോൾ ഏകദേശം ചെറിയ തണുപ്പായി തുടങ്ങി കേട്ടോ. ഇനിയും കുറച്ച് ദൂരം ചെല്ലുമ്പോൾ AC ഒക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഗ്ലാസ് തുറക്കാം. ഇപ്പോൾ ഏകദേശം ചെറിയ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്, ഒരു സുഖമുള്ള കാലാവസ്ഥയായിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വളവുകളുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ എടുക്കുമ്പം കുറച്ച് ഷെയ്ക്ക് ആവുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് നല്ല രീതിയിൽ തണുപ്പ് ആയിട്ടുണ്ട്, കാലാവസ്ഥ മൊത്തം മാറി. ഞങ്ങളുടെ ആ വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു, അവിടെയൊക്കെ എന്താ ചൂടാണെന്നറിയും. ഇപ്പോൾ ആ കാലാവസ്ഥ ഫുള്ളി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം. അങ്ങനെ നമ്മൾ എരുമേലി ആയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ പേട്ടയൊക്കെ തുള്ളുന്ന എരുമേലി അമ്പലമാണ് ഈ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ കാണുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എരുമേലി പള്ളിയാണ് കേട്ടോ, വാവൂര് പള്ളി. ഈ അമ്പലത്തിൽ വന്നിട്ട് ഇവിടെയും എല്ലാവരും കയറിയിട്ടാണ് പോകുന്നത്. കുറച്ചുകൂടി മുമ്പോട്ട് വന്നതിന് ശേഷം ഏകദേശം നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ തുറന്ന് AC ഒക്കെ ഓഫ് ചെയ്ത് കേട്ടോ. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still dream about the days when we were young. അങ്ങനെ നമ്മൾ മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ ചൂട് വളരെ കുറവുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് നല്ല അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെയൊക്കെ അവിടുത്തെ ചൂട് വെച്ച് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വാഗമണ്ണൊക്കെ നല്ല രീതിയിൽ ചൂടായിരിക്കും, മിക്കവാറും ഈ ട്രിപ്പ് പണി പാളുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറ്റ്സ് നൈസ്. അത്യാവശ്യം നല്ല ഇപ്പോഴേ ചെറിയ രീതിയിൽ തന്നെ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് വണ്ടി നിർത്തി, കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അത് അവരൊക്കെ ഇറങ്ങുന്നുണ്ട്, അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് നിർത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 4 മണി കഴിഞ്ഞ് 4:30 ആവുന്നു. അവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ നീങ്ങി തുടങ്ങി കേട്ടോ. ആ നേരെ കാണുന്ന ഒരു ഫാമാണ്, എന്തോ ഒരു ഫാം എന്ന് എഴുതിയേക്കുന്നതുണ്ട്. ഇനി നമ്മൾ നേരെ പൈൻ വാലിയുടെ അങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൈൻ വാലിയുടെ അവിടെ എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം തിരക്കുണ്ട്. ആൾക്കാരൊക്കെ ഒരുപാട് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതാണ്. ഇനി എവിടെയെങ്കിലും ആദ്യം ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. ഞങ്ങളങ്ങനെ പേ ആൻഡ് പാർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ പൈൻ വാലിയിലോട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്, നല്ല രീതിയിൽ ഞാൻ വിറയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ആൾക്കാരെ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു മൊത്തം വൈകിട്ടായതുകൊണ്ട് എല്ലാവരും പൈൻ വാലിക്കകത്താന്ന് തോന്നുന്നു. പിന്നെ കുറേ കടകളൊക്കെ കാണാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് കടയ്ക്കകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളെന്നൊക്കെ നോക്കാം. നേരെ അങ്ങനെ പൈൻ വാലിയുടെ എൻട്രൻസായി നേരെ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. ഞങ്ങൾ മൊത്തം 4 പേരുണ്ടായിരുന്നു, 40 രൂപയായി. പിന്നെ ഞാൻ നേരെ താഴോട്ട് നടക്കുകയാണ്. ഈ കമ്പിയിൽ പിടിച്ചാണ് നടക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തെന്നുന്നുണ്ട്. 2-3 പേര് വീഴുന്നത് ഞാൻ കണ്ടു. ഞാനും 2-3 വട്ടം വീഴേണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഈ മരത്തിൻ്റെ എന്തോ ഒരു സംഭവം താഴെ കിടപ്പുണ്ട്, അതിനകത്ത് ചവിട്ടുമ്പോൾ നല്ല രീതിയിൽ തെന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പയ്യെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ താഴെ നിൽക്കുന്ന കാണാം. ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേന് തണുപ്പ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വൈകിട്ട് വന്ന് നിൽക്കാനാണെന്ന് തോന്നുന്നത് രസം. ഞാൻ ഇതുവരെ വന്നിട്ടുള്ളതെല്ലാം ഈ ഉച്ച സമയത്തും അങ്ങനെയുള്ള ടൈമിലൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു സുഖമില്ലാത്തൊരു ടൈമായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം മാക്സിമം വൈകിട്ട് ഈ പൈൻ വാലി കയറാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നിന്ന്, കാരണം നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ, നല്ല തണുപ്പും നല്ല രസമുണ്ട് ഈ വൈകുന്നേരം ടൈമിൽ ഇവിടെ നിൽക്കാൻ. കാരണം ഇപ്പോൾ ആൾക്കാരും അത്യാവശ്യം കുറവാണ്, സീസൺ അല്ലാത്തതുകൊണ്ട്.
ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി. കാരണം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. സമയം 6 മണിയാവാറാവുന്നു. 6 മണിയാകുമ്പോൾ മൊട്ടക്കുന്നും ക്ലോസ് ചെയ്യും. അവിടെ ചെന്ന് ടിക്കറ്റ് കിട്ടുമോയെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുക. പിന്നെ മുകളിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അവിടെ റേറ്റ് വെച്ചപ്പോൾ 750 രൂപയാണ് അവർ ഒരു ഫോട്ടോയ്ക്ക് ഫ്രെയിം ചെയ്ത് പറഞ്ഞത്. നേരെ മുകളിലേക്ക് വന്ന് ഒരു കടയിൽ കയറി. ഫസ്റ്റ് കടയിൽ തന്നെ കയറി. കാരണം അവർക്ക് ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തേയിലയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കടയിൽ തന്നെ ഞങ്ങൾ കയറി. ഗൈസ്, തേയില മാത്രമല്ല, അത്യാവശ്യം നല്ല ഏലം, അങ്ങനെ കുറേ ചോക്ലേറ്റ്സ്, ഹാർഡ് ചോക്ലേറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. തേയിലയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് തോന്നുന്നു. തേയില ഒരു പാക്കറ്റ് 165 രൂപയാണ് MRP കൊടുത്തേക്കുന്നത്. പക്ഷേ അവർ 150 രൂപയാണ് എടുക്കുന്നത് കേട്ടോ. ഇവരെല്ലാം പറഞ്ഞ അത്യാവശ്യം നല്ല തേയിലയാണെന്നാണ്. ആ കടയിലെ ചേച്ചി ഒരു സാമ്പിളിന് വേണ്ടി ഒരു ഏലക്ക വന്നു കേട്ടോ. നല്ല ഏലക്ക, സീരിയസ്ലി നല്ല ഏലക്ക. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു 3 ഏലക്ക തിന്നുന്നതിൻ്റെ പവർ ഒരെണ്ണത്തിനുണ്ട്. അത്രയ്ക്ക് നല്ല ബെറ്റർ ഏലക്കയാണ് കേട്ടോ. ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്തൊരു കടയിൽ കയറി കേട്ടോ. അടുത്തൊരു കടയിൽ കയറി. അവിടെയും തേയില നോക്കാൻ തന്നെയാണ് കയറിയത്. അവിടെ നോക്കിയ ഗൈസ്, ഒരുപാട് മുട്ടായികൾ ഇരിക്കുന്നു. പലതരത്തിൽ നാരങ്ങ മുട്ടായി, അങ്ങനെ കുറേ ഐറ്റംസ് ഇരിക്കുന്നു. പിന്നെ നാടൻ തേയിലകളും എല്ലാം എല്ലാ കടയിലും സെയിം പ്രൈസൊക്കെ തന്നെയാണ് ഏകദേശം. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഏലം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ സാധനങ്ങളൊക്കെ ഏകദേശം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പേൻ പാർക്കിലോട്ട് പോയി കേട്ടോ. ഇവിടെ ഏകദേശം ഒരു കാർ പാർക്ക് ചെയ്യുന്നതിന് 30 രൂപയാണ്, ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 10 രൂപയാണ്, ട്രാവലർ 60 രൂപയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേനും അവിടെ ആരും ഇല്ലായിരുന്നു, എല്ലാവരും അടച്ചിട്ട് പോയി. വെറുതെ ടിക്കറ്റ് എടുത്ത് കാണുന്നത് ഞാൻ തന്നെ വിചാരിച്ചു പോയി. എന്തായാലും ഇനി നേരെ നമുക്ക് കാർ എടുത്തിട്ട് മൊട്ടക്കൊന്നൊന്ന് പിടിച്ചു നോക്കാം. ചിലപ്പോഴേ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. കാരണം ഇവിടെ വന്ന് കട കയറിയപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത്, ഇവിടെ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ മിറർ ബ്രിഡ്ജ്, അങ്ങനെ കുറേ പരിപാടികൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സൈക്കിൾ ഡ്രോപ്പ്, അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഒരിക്കലും ആദ്യം അവിടെ കയറിയിട്ട് മാത്രമേ പൈൻ വാലിയിലോട്ട് വരാവൂ കേട്ടോ. പിന്നെ മിറർ ബ്രിഡ്ജ് കയറുന്നതിന്, അകത്ത് കയറുന്നതിന് 250 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് വെളിയിൽ ചെന്ന് അത് കാണുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് നേരെ മുമ്പോട്ട് പോകാം. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. മൊട്ടക്കൊന്ന് ക്ലോസ് ചെയ്തു. 6 മണി വരെ ഉള്ളായിരുന്നു. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മണിയാകുമ്പോൾ മെയിൻ എൻട്രൻസ് ക്ലോസ് ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട്, അതും കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുമ്പോൾ കുറച്ച് മൊട്ടക്കുന്നൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇവിടെ വന്ന് കാണാം. ഇവിടെ നൈസാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 കഴിഞ്ഞു. ഈ അവിടെ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പകൽ ഇവിടെ ഇപ്പോൾ കൂടുതലാണെന്നാണ് പറഞ്ഞത്. സത്യമാണ്. കാരണം 6:30 കഴിഞ്ഞ് 7 മണി ആവാറായിട്ട് ഇവിടെ അത്ര സന്ധ്യ ആയിട്ടില്ല. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട്. ഇനി എന്തായാലും നേരെ മുകളിലോട്ടൊന്ന് കയറട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അങ്ങനെ മുകളിലെത്തി കേട്ടോ. ഒരു രക്ഷയില്ല, നൈസാണ്. നല്ലപോലെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് വന്നൊരു 8 മണിയൊക്കെ, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നൊരു ഹട്ടൊക്കെ അടിച്ച് ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്യാൻ പൊളി സംഭവമായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് ഗൈസ്. അപ്പം നിങ്ങൾ മറക്കണ്ട, അഡ്വഞ്ചർ പാർക്കിൽ കുറേ അധികം പരിപാടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇങ്ങോട്ട് വരാവൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ ബൈ.